ഇനി ജമ്മുവിലൊരു അഭയാർത്ഥി ക്യാമ്പിലാണ് ശ്രീനാഥ് ചന്ദ്രനുള്ളത്. ശ്രീനാഥ് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. കൂടെ ഒരു കുട്ടിയുണ്ടല്ലോ ശ്രീനാഥ് ചന്ദ്രൻ, ആരാണ് അയാൾ? പറയൂ. എസ് കെ എൻ ജമ്മു നഗരത്തിൽ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ മാറിയാണ് ഇങ്ങനെ ഒരു ക്യാമ്പുള്ളത്. ഞാൻ ഇവിടെ വന്ന ആദ്യ ദിവസം തന്നെ ഞാൻ ഈ ക്യാമ്പിൽ വന്നതാണ്. ഇപ്പോൾ ദിവസങ്ങൾ ഇത്ര കഴിയുമ്പോഴും ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് രാജ്യങ്ങൾ എത്തുമ്പോഴും സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ ബുദ്ധിമുട്ടുന്ന ജനങ്ങളാണ്. കാരണം അവർക്ക് അങ്ങോട്ട് പോകാൻ ഇപ്പോഴും നല്ല പേടിയുണ്ട്. കാരണം പല ദിവസങ്ങളിലും ഈ തരത്തിൽ പാകിസ്ഥാൻ്റെ ഡ്രോണുകളും മറ്റും എത്തുകയും വലിയ നാശനഷ്ടങ്ങൾ അവരുടെ വീടുകൾക്കൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. എന്നോടൊപ്പം ഒരു കുട്ടി, ഈ കുട്ടിയെ ഞാൻ ആദ്യ ദിവസം വന്നപ്പോഴും ഇവിടെ കണ്ടതാണ്. അവനോട് ചോദിക്കാം, അവൻ്റെ സ്കൂളൊക്കെ പൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, അവൻ്റെ അവസ്ഥ എന്താണെന്ന് അവൻ തന്നെ പറയും. ക്യാ നാം ഹൈ തുമ്ഹാരാ? विनय कुमार। विनय कुमार। कौन सा क्लास में पढ़ता है? 8th। अच्छा, स्कूल में जाना है ना वापस? हाँ। पसंद है स्कूल जाना? हाँ। क्यों? वहाँ पर शिक्षा मिलती है। ശിക്ഷ മിൽത്തി है। സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ നിന്ന് സ്കൂളിൽ ക്ലാസ് കിട്ടുന്നോണ്ടേ. कौन कौन है इधर? क्या नाम तुम्हारा? मेरा नाम विनय। हाँ। दादी, मम्मी हाँ। और बहन, छोटी बहन। और पापा? पापा घर पे हैं। घर पे गए? हाँ। अच्छा, अभी इधर आके कितने दिन हो गया? हमें 8 दिन। 8 दिन। अच्छा, 8 ദിവസമായി നമ്മുടെ ഈ കുട്ടി ഇവിടെ ക്യാമ്പിൽ എത്തിയിട്ട്. അവൻ്റെ അമ്മയും സഹോദരിയും അച്ഛനും ഒക്കെ ഈ ക്യാമ്പിലാണ്. 8 ദിവസമാവുന്നു. അവർക്കും ഇതുപോലെ തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ കുറേ ആണുങ്ങളുണ്ട്, ഉള്ളിൽ കുറേ സ്ത്രീകളൊക്കെ ഉണ്ട്. അവർ ഈ ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ഒരു സമയമായതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് അകത്തേക്ക് ഇപ്പോൾ പോകാത്തത്. പുറത്ത് കുറേ ആണുങ്ങളും ഉണ്ട്. तो अभी कितने दिन हो गए अभी इधर आके? इधर 1 हफ्ता हो गया। वापस जाने के लिए तो लोग तो बोल रहे हैं, पीछे काम है अपना, जिम्मेदारी करते हैं सारे लोग, मगर प्रशासन जो है जैसे वो डीसी जी या तहसीलदार साहब बोलेंगे तो तभी जब वापस जाएंगे ना। कुछ लोग बोल रहे हैं उनको हिम्मत नहीं है वापस जाने के लिए। नहीं, हिम्मत नहीं है, कोई गरीब लोग हैं, बॉर्डर पर वायलेशन होती रहती है, बार बार ये ऐसे ही भागते हैं मेरे, तो इनके पास पैसा कहाँ से आएगा, कोई काम क्या करेंगे ये? हर बार 1 साल के बाद ऐसा होता रहता है. അതാണ് ഈ മനുഷ്യർക്ക് അങ്ങോട്ട് അവരുടെ മുൻ അനുഭവങ്ങളാണ് അദ്ദേഹം പറയുന്നത്. തുടർച്ചയായി ഈ തരത്തിൽ വെടിനിർത്തലൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അതായത് പാകിസ്ഥാനിൽ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടാകുമെങ്കിൽ ആദ്യ മുറിവ് ഏറ്റുവാങ്ങുന്ന മനുഷ്യരാണ് ഇത്. എസ് കെ. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.